നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കർണാടകത്തിലെ തുംകൂരിലാണ്. നമ്മളിതായി ഫ്രണ്ടിൽ കാണുന്ന ബോർഡ് കണ്ടോ, ഈ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് നാമത ചിലുമേ. നാമത ചിലുമേ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള തുംകൂരിലെ ദേവനാരായ ദുർഗയ്ക്ക് സമീപമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കാൾ ഒരു റിലീജിയസ് പ്ലേസും കൂടെയാണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിൽ കൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ഒരു മാൻ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണണം. പിന്നെ ഈ നാമത ചിലുമേ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നീരുറവ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ അനിമൽസൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റിലെന്ന് പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നമ്മളെ അത്യാവശ്യം നല്ല പൂത്ത് നിൽക്കുന്ന മരങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള വളരെ ഭംഗിയുള്ളൊരു കാട്ടിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. റോഡൊക്കെ കൊള്ളാൻ നല്ലതാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന കർണാടകത്തിലെ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലമാണിത്. ബാംഗ്ലൂർ പൂനെ ഹൈവേയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ആ പൂനെ ഹൈവേ, അതായത് നമ്മൾ ബോംബെക്കൊക്കെ പോകുന്ന ഹൈവേയിൽ നിന്ന് കട്ട് ചെയ്ത് കയറി പോകാവുന്ന സ്ഥലമാണിത്. അപ്പം അത് ഈ റൂട്ടിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് പോയി കാണാം. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ടൂറിസ്റ്റ് പ്രൊമോഷനൊക്കെ നമ്മുടെ സൈഡിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയുമെന്നറിയില്ല. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് കേട്ടു. അപ്പോൾ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നാമത ചിലുമേ എന്ന് പറയുന്ന ഒരു നീരുറവയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു ബോട്ടാണിക്കൽ ഗാർഡനും പിന്നെ മാൻ പാർക്ക് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്തതായി ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അതുപോലെ തന്നെ നാമത ചിലുമയുടെ എൻട്രൻസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ എൻട്രൻസിൻ്റെ കാഴ്ചകൾ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാളിന് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഞണ്ടിൻ്റെ രൂപമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ വലിയൊരു മാൻ പാർക്ക് ഇവിടെ ഉണ്ട്. മാൻ പാർക്കിൻ്റെ ഏരിയയിലെത്തി നമ്മൾ. മാൻ പാർക്കിലെ കാഴ്ചകളാണ്. നിറയെ മാനുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ മാൻ പാർക്കുണ്ട്. ഇപ്പം നമ്മുടെ കോട്ടൂരിൽ കട്ടാക്കട നെയ്യാർ ഡാമിനടുത്ത് കോട്ടൂരിലൊരു മാൻ പാർക്കുണ്ട്. അപ്പോൾ അതുപോലെ ഒരു മാൻ പാർക്കാണ്. അവിടെ ഒരു മങ്കി ഇരിക്കുന്നത് കേട്ടോ. ആ മാൻ പാർക്കൊക്കെ കണ്ടുകൊണ്ട് നിറയെ ആളുകളുണ്ട്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാർക്കൊക്കെ കണ്ടുകൊണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നിറയെ കുരങ്ങന്മാരും അതിനകത്ത് കൂടെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ബാഗിനകത്ത് വെച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവരെയൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. നടന്ന് മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഈ പോകുന്ന വഴിയിൽ ഒരു ചിതൽപുറ്റിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട താഴോട്ടൊന്നും കണ്ടില്ല. അവിടെ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ്ടോ ഒരു ആമയുടെ ഒരു രൂപമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയൊരു ആമ. അവിടെ നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ലൊക്കേഷനായിട്ടുള്ള നാമത ചിലുമയിലേക്ക് നടക്കുകയാണ്. എല്ലാവരും നേരെ വേറെ ഒരു സ്ഥലത്ത് നിർത്താതെ മാനിനെയെല്ലാം കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത് ഇവിടോട്ടാണ്. ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഈ സൈഡിലായിട്ട് 2-3 കെട്ടിടങ്ങളുണ്ട്. വഴിയൊക്കെ വളരെ ശോകമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇവിടെ ഒരു നന്ദിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് കേട്ടോ. ഇതായിരിക്കുന്നുണ്ട്. കയറി വരാനുള്ള വഴിയൊന്നും അത്രയ്ക്ക് നല്ല വഴിയൊന്നുമല്ല. വളരെ കഷ്ടപ്പെട്ടൊക്കെ വേണം വരാൻ വേണ്ടി. മെയിൻ്റനൻസൊക്കെ ചെയ്തിട്ട് കുറേ ആയി എന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ കൂടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഈ പ്രകൃതിദത്ത നീരുറവയുടെ ആ ഭാഗത്തിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ സൈഡിലായിട്ട് 2 ക്രോക്കഡൈലിൻ്റെ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പോണ്ട്, അതായത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്ന ഒരു പോണ്ടുണ്ട്. ആ നീരുറവയിൽ നിന്ന് വരുന്ന അതാണിത്. അതിൻ്റെ ഫ്രണ്ട് 2 ക്രോക്കഡൈലിൻ്റെ രൂപങ്ങൾ ഇതാ ഇവിടെയാണ് വളരെ പ്രശസ്തമായിട്ടുള്ള നാമത ചിലുമേ സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഒരു കൂട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതിനകത്താണ്. ഇനി അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഉള്ള
കാര്യങ്ങൾ പറയാം. രാമായണ കാലത്തുണ്ടായ ഒരു ഐതിഹ്യ കഥ ആണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ വനവാസകാലത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഇവിടെ ചേർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ കഥയിൽ. അങ്ങനെ ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് ശ്രീരാമന് രാവിലെ നമ്മുടെ നെറ്റിയിൽ ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പ്ലേസിൽ വെള്ളം അന്വേഷിച്ച് പോയി. ചന്ദനം ചാലിച്ച് തൊടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലേസിൽ വെള്ളം അന്വേഷിച്ച് പോയി. അപ്പോൾ സംഭവിച്ച് ഇവിടെ എങ്ങും വെള്ളം കിട്ടിയില്ല. അപ്പം തൻ്റെ കയ്യിലിരുന്ന അമ്പ് എടുത്തുകൊണ്ട് ശ്രീരാമൻ ഈ പാറയിലേക്ക് അമ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്പ് ചെയ്ത സമയത്ത് ആ അമ്പ് പതിച്ച ഒരു സ്ഥലം, ഇതാണ് ആ സ്ഥലം, അമ്പ് പതിച്ച ഈ സ്ഥലത്ത് ഒരു നീരുറവ ഉണ്ടായി എന്നും ആ നീരുറവയിൽ നിന്ന് ജലം ഇങ്ങനെ വെളിയിലേക്ക് ഒരിക്കലും എത്ര വെയിലാണെങ്കിലും ഒരിക്കലും സ്റ്റോപ്പ് ആവാതെ വെള്ളം ഇങ്ങനെ വെളിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും കഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റും ഫെൻസിങ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് അതിനകത്ത് തൊടാൻ പറ്റില്ല. പൈസയൊക്കെ ചിലരൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പാറയുടെ അകത്ത് നിന്ന് വെള്ളം തനിയെ വെളിയിലേക്ക് വരുന്ന ഒരു മിറക്കിൾ ആണിത് സംഭവം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഇങ്ങനെയാണ് പറയുന്നത്. ശരിക്കും ഒരു പാറയാണ്. പാറയുടെ നടുക്ക് നിന്ന് വെള്ളം വെളിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഒരു ചെറിയൊരു വഴി പോലെ ഒരു സംഭവമുണ്ട്. അതിൽ കൂടാതെ നേരെ ഇവിടെ വന്നിറങ്ങും, എന്നിട്ട് താഴത്തെ കുളത്തിലേക്ക് പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എത്ര വേനലാണെങ്കിലും ഒരിക്കലും ഈ ഇവിടുത്തെ ഈ വെള്ളം വറ്റില്ല. ഇത് പാറയുടെ അകത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു വെള്ളമാണ്, അത് പരിശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. പിന്നെ ജയമംഗലി എന്ന് പറഞ്ഞിട്ടൊരു നദിയുണ്ട്. ആ നദി ഈ നീരുറവയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്ന മറ്റൊരു ഐതിഹ്യം. അപ്പം ഒരു എന്താ പറയുക, പാറയുടെ നടുക്ക് ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ മിറക്കിൾ പോലെ വരുന്നു. ആ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് നേരെ വെളിയിലേക്ക് വരുന്നു. വരുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് ജയമംഗലി നദി ഉണ്ടായി വരുന്നതെന്നാണ് പറയുന്നത്. പാറയുടെ മുകളിൽ നിന്ന് വറ്റാതെ ഒഴുകുന്ന ഒരു നീരുറവ ആണിത് സംഭവം. വറ്റാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീരുറവയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ശ്രീരാമൻ്റെ കഥകളും പുരാണ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചിലരൊക്കെ ചെരുപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അവിടുത്തെ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് കർണാടകത്തിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും അവിടെ ഉണ്ടായിരുന്നത്. അവരൊരു ബോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് ബോട്ടിൽ ഇതിലെ വെള്ളമെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരു ഹോളിസ്റ്റിക് പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു മെയിൻ്റനൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും ഒക്കെ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. കാരണം ഇങ്ങനെയൊക്കെ ഒരു ചരിത്ര കഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാകുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സന്ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു യാത്രയിലെ വളരെ മനോഹരമായി തോന്നിയൊരു സ്ഥലമാണ് നാമത ചിലുമേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.